ഇവിടെ നമുക്ക് എന്താണ് പറയാനുള്ളത് വെച്ചെങ്കിൽ സംഭവത്തിൻ്റെ ചെറിയ ഒരു റിപ്പോർട്ട് നമ്മളിവിടെ തയ്യാറാക്കാറുണ്ട്. അതിന് ഈ ഭാഗത്താണ് വേണ്ടതെങ്കിൽ നമ്മളെന്താ ചെയ്യുക, വേറെ ഇത് ചെറുതായിട്ട് ക്രോസ് ചെയ്ത് വയ്ക്കുക. അത് കഴിഞ്ഞ് മംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ വോയിസ് ടൈപ്പ്. സേന സംഭവസ്ഥലമായ താനൂർ മുനിസിപ്പാലിറ്റി ഇത്യാദി നമുക്ക് എന്ത് വേണമെങ്കിൽ ടൈപ്പ് ചെയ്യാം. ഓക്കെ, വോയിസ് കമാൻഡ് ക്ലോസ് ചെയ്തു. ഇവിടെ ഈ പച്ച ലൈന് കത്തുമ്പോൾ മാത്രമാണ് നമ്മൾ സംസാരിക്കാവൂ. ഇവിടെ മൗസ് ക്ലിക്ക് ചെയ്ത് വോയിസ് കമാൻഡ് ഓപ്പൺ ആവും. അത് ക്ലിക്ക് ചെയ്താൽ ഇനി നമുക്ക് നേരിട്ട് മംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യാം. താനൂർ. അപ്പോൾ മംഗ്ലീഷ് ടൈപ്പ് ചെയ്ത് താനൂർ. അപ്പോൾ നമുക്കത് കിട്ടും. ഇനി ഈ സാധനം നമ്മൾ കോപ്പി ചെയ്ത് എവിടെയാണോ നമുക്ക് വേണ്ടത് അവിടെ നമുക്ക് പേസ്റ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇവിടെ പേസ്റ്റ് ചെയ്ത്. ഈ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലുള്ള കുഴപ്പം എന്താ വെച്ചാൽ ഉണ്ടോ, ഇതിങ്ങനെ പുറത്തേക്ക് പോയി. അങ്ങനെ പുറത്തേക്ക് പോകാതിരിക്കാൻ നമ്മളെന്താ ചെയ്യേണ്ടത്, എത്ര സ്ഥലം വേണോ അത്ര സ്ഥലം നമ്മളിങ്ങനെ മൗസ് പിടിച്ച് ക്ലിക്ക് ചെയ്ത് എടുക്കുന്നു. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞ റാപ്പ് ടെക്സ്റ്റ് മെർജ് ആൻഡ് സെൻറ്റർ ആദ്യം മെർജ് ചെയ്യുന്നു. മെർജ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഒറ്റ കോളമാക്കുകയാണ് എല്ലാം കൂടിയിട്ട്. ഇനിയും ഈ അക്ഷരങ്ങളൊക്കെ പുറത്താണ്. അപ്പോൾ അതിനെ റാപ്പ് ചെയ്യണം, ടെക്സ്റ്റിനെ റാപ്പ് ചെയ്യണം. അപ്പോൾ നമ്മൾ അതിനെ സംഭവ സ്ഥലമായ ഈ ഇത്രയും സ്ഥലം നമ്മൾ മെർജ് ചെയ്തു. മെർജ് ചെയ്തപ്പോഴും എന്താണത് പുറത്തോട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ അക്ഷരങ്ങളെല്ലാം ഈ കോളത്തിൻ്റെ ഉള്ളിലാക്കാൻ റാപ്പ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കമാൻഡിൽ പോവുക. റാപ്പ് ടെക്സ്റ്റ് ഉണ്ടോ, റാപ്പ് ടെക്സ്റ്റ് ആയപ്പോൾ അത് ആ കോളത്തിൻ്റെ ഉള്ളിൽ വന്നു, പുറത്തൊന്നും പോയില്ല. കൂടാതെ ഇതൊരു സൈഡിലേക്ക് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു സൈഡിൽ നിന്ന് തുടങ്ങിയിട്ട് നമുക്ക് തീരുന്ന രീതിയിൽ നമുക്കതിനെ സെറ്റ് ചെയ്യാൻ പറ്റും. എത്ര കാര്യങ്ങൾ വേണമെങ്കിലും ഇവിടെ എഴുതാം. അതിനനുസരിച്ച് ലൈന് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അത് ഞാൻ പറഞ്ഞിരുന്നു, ലൈന് കൂട്ടണമെങ്കിൽ ലൈന് കൂട്ടാം, ലൈന് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. ഇനി ഇത് മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഫോം നമ്പർ 4 സെറ്റായിട്ടുണ്ട്. ഇനി ഇത് കഴിഞ്ഞ് ഇവിടെ നോക്കുമ്പോൾ ഇവിടുത്തെ ഫോർമാറ്റ് ശരിയല്ല എന്ന് മനസ്സിലായി ഉണ്ടല്ലേ. അപ്പോൾ നമുക്ക് വേണ്ടത് എങ്ങനെയാണ്, ജൂലൈ ആണ് അല്ലേ. അപ്പോൾ ഇങ്ങനെ ഫോർമാറ്റ് വരുമ്പോൾ ഇതിനെ എങ്ങനെ മാറ്റുന്നത് വെച്ചാൽ ഇതിന് റൈറ്റ് ക്ലിക്ക് ചെയ്യും. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഫോർമാറ്റ് സെൽസ്, അതിൽ പോയിട്ട് അവിടെ ഡേറ്റ് ഏത് രീതിയിലാണ് വേണ്ടത്. നമുക്ക് വേണ്ടത് ഇങ്ങനെ നടുവിൽ മാർച്ച് അതായത് ജൂലൈ എന്ന് എഴുതിയിട്ടാണ്. അപ്പോൾ ആ ഫോർമാറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ കൊടുക്കും. അപ്പോൾ നമുക്കറിയാം ഇവിടെ ആ ഫോർമാറ്റിൽ വന്നു. ഓക്കെ, ഇതാണ് ഒരു ഫില്ല് ചെയ്യാനുള്ള ഏകദേശം ഒരു ഇനി ഇത് ഫില്ല് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം ശരിയാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഈ പേജിൽ പിന്നെ ആരെങ്കിലും കീബോർഡ് അമർത്തുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും അമർത്തിയിട്ട് ഇതില്ലാതെ, ഇപ്പോൾ ഇവിടെ അമർത്തി കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ ഇവിടെ എന്തെങ്കിലും അമർത്തിയിട്ട് ഇങ്ങനെ ഇല്ലാതാവുകയൊക്കെ ചെയ്യും. അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടി ഈ ഷീറ്റിനെ നമ്മൾ എന്ത് ചെയ്യണം, ലോക്ക് ചെയ്യണം. അത് പിന്നീട് പറയാം. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമ്മൾ ഈ ഒരു തീപിടുത്ത റിപ്പോർട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഒരു തീപിടുത്ത റിപ്പോർട്ട് ഉണ്ടാക്കണമെങ്കിൽ ഇതേ സാധനം ഒന്നുകൂടി വേണ്ടേ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിലേക്ക് പോവുക. അപ്പോൾ ഇതൊരു ഫോമാണ്. ഈ ഫോമിനെ ഒന്ന് കോപ്പി ചെയ്യണം. എവിടുന്ന് കോപ്പി ചെയ്യും? അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം, ഈ ഫയർ റിപ്പോർട്ടിൻ്റെ മുകളിൽ ഇവിടെ താഴെ ഫയർ റിപ്പോർട്ട് ഇൻസിഡൻറ്റ് റിപ്പോർട്ടിലെ ഫയർ റിപ്പോർട്ടിൻ്റെ താഴെ റൈറ്റ് ക്ലിക്ക് ചെയ്യും. റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറേ ഡ്രോപ്പ് ഡൗൺ മെനുവിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ മൂവ് ഓർ കോപ്പി ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇനി ഈ മൂവ് ഓർ കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഏതാണോ നിങ്ങൾക്ക് കോപ്പി ചെയ്യേണ്ടത്, ഫയർ റിപ്പോർട്ടാണോ ഇൻസിഡൻറ്റ് റിപ്പോർട്ടാണോ ഏതാണോ വേണ്ടത്. നമുക്കിപ്പോൾ ഫയർ റിപ്പോർട്ടാണ് ഉണ്ടാക്കിയല്ലേ. അപ്പോൾ ഒരു ഫയർ റിപ്പോർട്ട് നമ്മൾ കോപ്പി ചെയ്തു. കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ അടിക്കരുത്. അങ്ങനെ ഓക്കെ അടിച്ചാൽ നമുക്ക് ഫയർ റിപ്പോർട്ട് വരില്ല. അതിനൊരു ക്രിയേറ്റ് എ കോപ്പി കൊടുക്കണം. അപ്പോൾ ഇവിടെ ഒന്ന് ടിക്ക് ചെയ്യുക.
അത് കഴിഞ്ഞിട്ട് ഓക്കെ അടിക്കുക. അപ്പോൾ അതാ ഫയർ റിപ്പോർട്ട് 2 എന്ന് വരും. ഇനി ഈ ഫയർ റിപ്പോർട്ടിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോൾ ഫയർ റിപ്പോർട്ട് 2 വന്നല്ലോ. അപ്പോൾ ഈ ഫയർ റിപ്പോർട്ടിനെ നമുക്കറിയാൻ വേണ്ടി ഇതിൻ്റെ പേര് നമ്മൾ മാറ്റണം. കാരണം വെച്ചാൽ ഈ ഫയർ റിപ്പോർട്ടിൻ്റെ പേര് FC402024. അപ്പോൾ നമ്മൾ ഈ ഫയർ റിപ്പോർട്ട് ഏതാണോ നമുക്ക് ഈ ഫയർ റിപ്പോർട്ടിൻ്റെ നമ്പറിലേക്ക് മാറ്റേണ്ടത്, ആ ഫയലിലേക്ക് ഇവിടെ ഒരു കോപ്പി ഉണ്ടായതുകൊണ്ട് ഈ ഫയർ റിപ്പോർട്ടിൻ്റെ നമ്പറിൻ്റെ പേര് നമ്മൾ മാറ്റുന്നു, റീനെയിം. അതിന് FC, ഈ സ്ലാഷ് ഇവിടെ വരില്ല, ഹൈഫൺ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് -40-20-24. ഇനി വേറൊരു കാര്യമുള്ളത്, നമ്മൾ ഈ ഫയർ റിപ്പോർട്ട്സ് കോൾ എഴുതുന്ന ബുക്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടായിരിക്കും നമ്പർ ഇടുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഈ ഫയലിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് എത്രാമത്തെ ഫയർ കോളാണ് അല്ലെങ്കിൽ ഇത് എത്രാമത്തെ ഇൻസിഡൻറ്റ് കോളാണ് എന്ന് നമുക്ക് പെട്ടെന്ന് അറിയുണ്ടാവില്ല. അപ്പോൾ നമുക്ക് അതിന് ഒരു കാര്യം ചെയ്യാൻ എളുപ്പവിദ്യ വെച്ചാൽ ഇതിന് ഒരു ബ്രാക്കറ്റ് അടിച്ച് ഇത് ഒരു 24ാമത്തെ ഫയർ കോളാണ് വിചാരിക്കുക. ടോട്ടൽ കോൾസ് നമുക്ക് അതിൻ്റെ ഒരു ഡാറ്റ ഷീറ്റ് വരും. ഇപ്പോൾ ഇത് ഇങ്ങനെ നമ്മൾ ഫയൽ നമ്പർ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് ഫയർ കോൾ നമ്പർ 40 കൂടാതെ ടോട്ടൽ കോൾസിലെ 24ാമത്തെ ഫയർ കോളാണ്. ബാക്കി ഇൻസിഡൻറ്റ് കോൾസ് ആയിരിക്കും. ടോട്ടൽ കോൾസ് ഇപ്പോൾ 40 ടോട്ടലായിട്ട്, പക്ഷേ അതിൽ 24ാമത്തെ ഫയർ കോളാണിത്. അപ്പോൾ ബാക്കിയുള്ളത് എന്തായിരിക്കും? ഇൻസിഡൻറ്റ് കോളും അസിസ്റ്റൻറ്റ് കോളും വാട്ടർ റെസ്ക്യൂ കോളും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത് അങ്ങനെ നമുക്ക് ഫയൽ ചെയ്തേക്കാം. ഇനി ഈ സംഭവം ഇപ്പോൾ ഇത് റെഡിയായി. ഇനി ഇത് എല്ലാം ക്ലിയർ ആണെന്ന് ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഈ സൈഡിലെ ടാബിന് ഒരു കളർ കൊടുക്കും. അതായത് ഇത് ഫുള്ളായെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ടാബ് കളർ എടുക്കുക, നമുക്കൊരു പച്ച കളർ കൊടുക്കും. അപ്പോൾ അതെന്താണ് ഫുള്ളായി. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ ഇത് പച്ച, ഇത് ഫുള്ളാണ് റിപ്പോർട്ട്. ഈ റിപ്പോർട്ട് ഫുള്ളായി കഴിഞ്ഞാൽ പിന്നെ വേറൊരാൾ ഇതിൽ എഡിറ്റ് ചെയ്യാൻ പാടില്ല. കാരണം ഈ റിപ്പോർട്ടിൽ പിന്നെ മാറ്റി മറിക്കാൻ പാടില്ല. അതിന് എന്ത് ചെയ്യുക? ഈ ഒരു ഷീറ്റിനെ നമ്മൾ ലോക്ക് ചെയ്യുന്നു. സ്വാഭാവികമായിട്ട് നമ്മൾ ലോക്ക് ചെയ്യുമ്പോൾ അതിന് ആദ്യമായിട്ട് നമ്മൾ റിവ്യൂ കോളത്തിൽ പോവാം. റിവ്യൂ കോളത്തിൽ പോയി പ്രൊട്ടക്റ്റ് ഷീറ്റ്, പ്രൊട്ടക്റ്റ് വർക്ക് ബുക്ക് എന്ന് പറഞ്ഞാൽ അത് ഒന്നാകെ ലോക്കാവും. അതില്ലാതിരിക്കാൻ വേണ്ടി നമുക്ക് ഈ ഷീറ്റ് മാത്രം ഞാനാണ് ഉണ്ടാക്കിയത്, അപ്പോൾ വേറെ ആൾക്കാർ ഇതിൽ എഡിറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഈ ഷീറ്റ് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യും. ഇതിൽ നോക്കുക, ഇതിലൊന്നും ചെയ്യാൻ പാടില്ല, ലോക്ക് റിസൾട്ട്സ്. അപ്പോൾ എല്ലാ ക്ലിക്സും ഒഴിവാക്കണം. ഓക്കെ, അതിനുശേഷം നമ്മളൊരു പാസ്വേഡ് ഇടണം. സ്വാഭാവികമായിട്ട് ഓർത്ത് വയ്ക്കുന്ന പാസ്വേഡാണ് ഇടേണ്ടത്. ഞാൻ സ്വാഭാവികമായിട്ട് ഇടാറുള്ളത് എൻ്റെ SFRO നമ്പറാണ്. അപ്പോൾ SFRO നമ്പർ വെച്ച് കഴിഞ്ഞ് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗുണം എന്താ വെച്ചാൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വേഗം തുറക്കുകയും ചെയ്യാം. മറ്റുള്ളവർക്കും വേണ്ടി വരികയാണെങ്കിൽ തുറക്കാം. കാരണം എന്താ വെച്ചാൽ ഇത് ഇതിലെ ഡാറ്റ മിസ്ഹാൻഡിൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മളിത് ലോക്ക് ചെയ്യുന്നത്. അപ്പം ഞാൻ ലോക്ക് ചെയ്തു. അത് ലോക്ക് ചെയ്തിട്ട് ഓക്കെ കൊടുത്ത് 2 പ്രാവശ്യം പാസ്വേഡ് അടിക്കാം. ഇനി ഒന്നും കൂടി അടിക്കുക, കൺഫേം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഈ ഷീറ്റ് ലോക്കായി. പക്ഷേ ഈ ഷീറ്റ് നമുക്ക് വർക്ക് ചെയ്യാം. കണ്ടോ, ഈ ഷീറ്റിൽ ഇങ്ങനെ ആക്കിയാൽ നമുക്ക് ഈ കോളംസ് വരുന്നുണ്ടെങ്കിൽ ഇത് എഡിറ്റബിളാണ്. ഇപ്പോൾ ഈ ഷീറ്റിൽ നമ്മൾ അങ്ങനെ ആക്കിയാൽ എന്താ ഉണ്ടാവുക? ഒന്നാവില്ല. ഇനി ഡബിൾ ക്ലിക്ക് ചെയ്താൽ എന്താ വരിക? ദ സെൽ ഓർ യു ആർ ടൈപ്പിംഗ് ടു ചേഞ്ച് ഓൺ എ പ്രൊട്ടക്റ്റഡ് ഷീറ്റ് ടു മേക്ക് ചേഞ്ച് അൺപ്രൊട്ടക്ട് ദ ഷീറ്റ്. അപ്പോൾ ഇതിൽ ഇനി ഒരു ചേഞ്ചും വരുത്താൻ പറ്റില്ല. ചേഞ്ച് വരുത്തണമെങ്കിൽ ആരാണോ ഇത് ലോക്ക് ചെയ്ത് അയാൾ തന്നെ തുറക്കണം. അപ്പോൾ ഈ റിപ്പോർട്ടായി. ഇത് പച്ച കളർ കൊടുത്തു കഴിഞ്ഞു. ഓക്കെ, അടുത്ത് നമുക്ക് ഇൻസിഡൻറ്റ് കോളിലേക്ക് എങ്ങനെ ഫില്ല് ചെയ്യാം? സെയിം സിസ്റ്റം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഫയർ റിപ്പോർട്ടിൻ്റെ ഒരു കോപ്പി ഉണ്ടാക്കി. ഇനി വീണ്ടും അടുത്ത ഫയർ റിപ്പോർട്ടാണെങ്കിൽ ഇതിപ്പോൾ 40, ഇനി 41, 45 ഏത് നമ്പർ വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കാം. നമ്മൾ ഇൻസിഡൻറ്റ് റിപ്പോർട്ടും സെയിം സിസ്റ്റം തന്നെയാണ്. ഇൻസിഡൻറ്റ് റിപ്പോർട്ട് K-Form 5 അനുബന്ധം. അപ്പോൾ നോക്കാം, അവിടെയും മേഖല കൊടുക്കുക, സെയിം സിസ്റ്റം. ഇതിന് ഞാൻ ആവർത്തിക്കുന്നില്ല, ജസ്റ്റ് ഞാനിങ്ങനെ ഇട്ട് പോകുന്നുള്ളൂ. കാരണം ഇത് വീഡിയോ വളരെ ലെങ്തിയായിപ്പോൾ. ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഫോർമാറ്റ് IC ഏതാണോ കോൾ നമ്പർ, പിന്നെ അതേപോലെ ഡാറ്റ ഇവിടുത്തെ. ഇനി ഇതിലാണ് ഞാനൊരു ഡാറ്റ എങ്ങനെയാണ് ഇവിടെ വരുന്നത് എന്നുള്ളത് പറയുന്നത്.